ഹായ് ഓൾ, ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് പേസ്ട്രിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാവും. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് തിളക്കാൻ വെക്കാം. ഇത് തിളച്ചതിന് ശേഷം 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൊമിഗ്രാനറ്റ്, ആപ്പിൾ, 2 ടൈപ്സ് ഗ്രേപ്സ്, മാംഗോ, ബനാന, ഓറഞ്ച്, കിവി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീം നല്ല മധുരമുള്ളത് കൊണ്ട് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ആക്കുന്നില്ല. നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് ഊറ്റിയെടുക്കാം. ഫ്രൂട്ട്സ് വേറെ, അതിൻ്റെ സിറപ്പ് വേറെ ആക്കിയെടുക്കാം. ഈ സിറപ്പ് കളയരുത്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കര കളഞ്ഞ് കുറച്ച് ബ്രെഡ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട് സിറപ്പ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ടായി നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം കൂടി അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ടായി ഫ്രൂട്ട്സ് അപ്ലൈ ചെയ്യാം. ഈ ഫ്രൂട്ട്സിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതുപോലെ 2 ലെയറും കൂടി ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രൂട്ട്സ് പേസ്ട്രി കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. എന്നാലേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും.